ഇന്ന് ബാബ രാജപദത്തിന് യോഗ്യമാകുന്നതിനു വേണ്ടി അറ്റൻഷൻ വയ്ക്കേണ്ട കാര്യം കേൾപ്പിക്കുന്നു. ഗീതയുടെ ഭഗവാനായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 3/8/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ സത്യമായ രാജഋഷിയും രാജയോഗിയുമാണ്. നിങ്ങൾക്ക് രാജപദത്തിനു വേണ്ടി തീർച്ചയായും പവിത്രമാകേണ്ടതുണ്ട്. ചോദ്യം: ഏതൊരു അറ്റൻഷൻ രാജപദത്തിന് യോഗ്യമാക്കി മാറ്റുന്നു? ഉത്തരം: അഥവാ പഠനത്തിൽ പരിപൂർണ അറ്റൻഷനുണ്ട് എങ്കിൽ രാജപദം ലഭിക്കുന്നു. ബാബ എന്ത് കേൾപ്പിക്കുന്നു അത് നല്ല രീതിയിൽ കേട്ട് ധാരണ ചെയ്യൂ. ബാബ കേൾപ്പിച്ചു, കുട്ടികൾ കേട്ടു, അപ്പോൾ രാജപദം ലഭിക്കും. അഥവാ കേൾക്കുന്ന സമയം കോട്ടുവായിടുകയോ ഉറക്കം തൂങ്ങുകയോ ബുദ്ധി അലയുകയോ ചെയ്യുന്നു എങ്കിൽ രാജപദം പാഴാക്കി കളയും. അതിനാൽ പഠനത്തിൽ പൂർണ്ണ അറ്റൻഷൻ നൽകൂ. ഗീതം: നമുക്ക് ആ വഴികളിലൂടെ നടക്കേണ്ടതുണ്ട്. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇന്ന് കുട്ടികൾക്ക് ഹഠയോഗത്തെയും രാജയോഗത്തെയും കുറിച്ച് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾക്കറിയാം അവർ എന്തെല്ലാം പഠിപ്പിക്കുന്നു എല്ലാം ഹഠയോഗമാണ്. കാരണം അവർ കർമ്മസന്യാസികളാണ്. വാസ്തവത്തിൽ ഗൃഹസ്ഥികൾക്ക് ഹഠയോഗവും കർമ്മസന്യാസവും പഠിക്കേണ്ടതില്ല. അത് നിവൃത്തി മാർഗമാണ്. ആ ധർമ്മം തന്നെ വേറെയാണ്. നിങ്ങളുടെ ധർമ്മം ദേവീ ദേവതാ ധർമ്മമാണ്. ആ ദേവീ ദേവന്മാർ രാജയോഗത്തിൽ കൂടെ തന്നെയാണ് രാജ്യം നേടിയത്. ഇപ്പോൾ നിങ്ങൾ രാജഋഷിയാണ്. ഋഷി എന്ന് പറയുന്നത് പവിത്രമായി കഴിയുന്നവരെയാണ്. നിങ്ങൾ ഇപ്പോൾ പവിത്രമാണ്. അഥവാ പവിത്രമായിരിക്കുന്നില്ല എങ്കിൽ അവരെ ഋഷി എന്ന് പറയില്ല. നിങ്ങൾ രാജപദവി നേടുന്നതിനായി പവിത്രമാകുന്നു. അവരാരും രാജപദം നേടുന്നതിനായി പവിത്രമാകുന്നില്ല. നിങ്ങൾക്കറിയാം, പവിത്ര ലോകത്തിൽ നമുക്ക് പവിത്ര രാജധാനി ഉണ്ടായിരുന്നു. ഭാരതത്തിൽ തന്നെയാണ് 5000 വർഷം മുമ്പ് ദേവീ ദേവന്മാരുടെ പൂജ്യ പവിത്ര പ്രവൃത്തി മാർഗം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൂജാരിയും പതീതവുമായിരിക്കുന്നു. പതീതം എങ്ങനെയായി? 84 ജന്മങ്ങളുടെ കണക്കുണ്ടല്ലോ. ബാബ സഹജ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് 84 ജന്മങ്ങളുടെ കണക്ക് പറഞ്ഞു തരുന്നത്. മറ്റു ധർമ്മത്തെ സന്യാസധർമ്മത്തിലുള്ളവർ എന്തറിയുവാൻ? ഇത് ദേവീ ദേവന്മാരുടെ പ്രാചീന ധർമ്മമാണ്. അത് പിന്നീടുള്ള ധർമ്മമാണ്. എന്താണോ പാസ്റ്റായി കഴിഞ്ഞത് അതിനെ സന്യാസിമാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, ഹഠയോഗം അനേകം പ്രകാരത്തിലുണ്ട്. ദ്വാപരം മുതൽ ഭക്തി മാർഗത്തിനോടൊപ്പം ഹഠയോഗം ആരംഭിക്കുന്നു. പിന്നെ ഇപ്പോഴുള്ളത് രാജയോഗമാണ്. ആ ഹഠയോഗം ജന്മങ്ങൾ തോറും പഠിച്ചു വന്നു. രാജയോഗം നിങ്ങൾ ഒരു ജന്മത്തിൽ മാത്രമാണ് പഠിക്കുന്നത്. അവർക്ക് ജന്മങ്ങൾ തോറും പുനർജന്മമെടുത്ത് ഹഠയോഗം പഠിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് രാജയോഗം പഠിക്കുന്നതിനായി പുനർജന്മം എടുക്കേണ്ടി വരുന്നില്ല. ഈ രാജയോഗം നിങ്ങൾ കേവലം സംഗമത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. രാജപദം ലഭിച്ചു, സ്വർഗമായി. പിന്നെ എല്ലാ ധർമ്മങ്ങളും ഇല്ലാതാകുന്നു. നിങ്ങൾ രാജഋഷിയാണ്. രാധാകൃഷ്ണന്മാരും പവിത്രമാണല്ലോ. കൃഷ്ണനെ മഹാത്മാവെന്നും പറയുന്നു. മഹാത്മാവ് പവിത്രമാണ്. നിങ്ങളും ഇപ്പോൾ മഹാത്മാവ് അഥവാ രാജഋഷിയാണ്. മഹാത്മാവ് എന്നാൽ പവിത്രം, മഹാൻ ആത്മാവ്. ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലുമില്ല. ശാസ്ത്രങ്ങളാണെങ്കിൽ പിന്നീടാണ് ഉണ്ടാകുന്നത്. കഥകൾ പോലെ ഇരുന്ന് എഴുതുന്നു. എന്താണോ പാസ്റ്റാകുന്നത് ആ കളിയിരുന്ന് ഉണ്ടാക്കുന്നു. സത്യമായതല്ല. ഇപ്പോൾ ബാബ കുട്ടികളെ പ്രാക്ടിക്കലിൽ പഠിപ്പിക്കുന്നു. അവർ പിന്നെ ഹിസ്റ്ററി ഉണ്ടാക്കി.
യാദവരും കൗരവരും പാണ്ഡവരും ഉണ്ടായിരുന്നു. തീർച്ചയായും സംഗമത്തിൽ ഉണ്ടായിരിക്കും. സംഗമയുഗത്തിൻ്റെ ഹിസ്റ്ററി ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. ഉത്സവങ്ങളും എല്ലാം സംഗമയുഗത്തിലേതാണ്. രക്ഷാബന്ധനം പവിത്രതയുടെ മേലുള്ളതാണ്. പിന്നീട് അതിൻ്റെ സ്മാരകം നടക്കുന്നു. ഇവിടെ ബാബയും എല്ലാവരെയും പവിത്രമാക്കി പ്രതിജ്ഞ ചെയ്യിക്കുന്നു. സിഖുകാർ കൈവള ധരിക്കുന്നു, അതും പവിത്രതയുടെ അടയാളമാണ്. ഹിന്ദുക്കൾ പൂണൂൽ ധരിക്കുന്നു, അതും പവിത്രതയുടെ അടയാളമാണ്. എന്നാൽ പവിത്രമായി കഴിയുന്നില്ല. രാഖി ബന്ധിപ്പിക്കുന്നു, അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. മുൻപ് ബ്രാഹ്മണർ രാഖി ബന്ധിക്കുമായിരുന്നു. ഇപ്പോൾ സഹോദരി സഹോദരനെ രാഖി ബന്ധിക്കുന്നു. അയാൾ പണം നൽകുന്നു. ഇതെല്ലാം ഇപ്പോൾ ഫാഷനായിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് പവിത്രതയുടെ കാര്യമാണ്. ബാബു പറയുന്നു, കുട്ടികളെ, കാമം മഹാശത്രുവാണ്. ആ ബ്രാഹ്മണർ ഇങ്ങനെയൊന്നും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബു പറയുന്നു, കുട്ടികളെ പ്രതിജ്ഞ ചെയ്യൂ, നമ്മൾ പവിത്രമാകും, ഒരിക്കലും വികാരത്തിലേക്ക് പോകില്ല. വിളിക്കുന്നതും വന്ന് പതീതരെ പാവനമാക്കൂ എന്നതിനു വേണ്ടിയാണ്. സത്യയുഗത്തിലും ത്രേതായിലും ആരും വിളിക്കുന്നില്ല. അത് രാമരാജ്യം തന്നെയാണ്. ഇതാണ് രാവണ രാജ്യം. രാമരാജ്യത്തിൽ 5 വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. യഥാ രാജാ റാണി തഥാ പ്രജ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നേടുകയാണ്. ഈ നരകത്തിൽ നിന്നും തീർച്ചയായും പോകേണ്ടതുണ്ട്. ബാബ വന്നിരിക്കുകയാണ് പാവനമാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. പിന്നെ നമ്മൾ എന്തുകൊണ്ട് പാവനമായിക്കൂടാ? അവരുടെ ഹഠയോഗമാണെങ്കിൽ അനേകം പ്രകാരത്തിലുണ്ട്. ജയ്പൂരിലെ മ്യൂസിയത്തിൽ പോയി നോക്കൂ. ഹഠയോഗികളുടെ എത്ര വെറൈറ്റിയാണുള്ളത്. അതിലൂടെ ഒന്നും നടക്കുന്നില്ല. ഏണിപ്പടി താഴെ ഇറങ്ങി തന്നെ വരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഭാരതം എപ്പോഴാണോ പതീതമാകുന്നത്, രാവണൻ്റെ രാജ്യമാകുന്നത്, അപ്പോൾ ഭൂമി കുലുങ്ങാൻ തുടങ്ങുന്നു. സ്വർണത്തിൻ്റെ കൊട്ടാരവും മറ്റുമെല്ലാം താഴേക്ക് പോകുന്നു. കൊട്ടാരങ്ങളെയും മറ്റും ആരും കൊള്ളയടിച്ചിട്ടൊന്നുമില്ല. അവർ കേവലം ക്ഷേത്രങ്ങളാണ് കൊള്ളയടിച്ചത്. കുറച്ച് ആഭരണവും സ്വർണവും മറ്റുമെല്ലാം കൊണ്ടുപോയി. ആഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ താല്പര്യം നിങ്ങൾക്കാണ്. നിങ്ങൾ സ്വർഗത്തിൽ വരുമ്പോൾ തന്നെ ആഭരണം അണിയുന്നു, രാജ്യം ഭരിക്കുന്നു. മറ്റ് ധർമ്മത്തിലുള്ളവർ വരുമ്പോൾ തന്നെ രാജ്യം ഭരിക്കുന്നില്ല. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദത്തിൻ്റെ സമ്പത്ത് നേടുന്നു. ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഗീത പഠിച്ച് കേൾപ്പിക്കുകയല്ല. ഗീതയിൽ എന്തെഴുതിയിരിക്കുന്നു അവയെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. അവയാണെങ്കിൽ മനുഷ്യർ എൻ്റെ മഹാവാക്യങ്ങൾക്ക് ശേഷം ഇരുന്ന് ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞാൻ എന്ത് നിങ്ങളെ കേൾപ്പിച്ചുവോ അത് നിങ്ങൾ തന്നെ കേട്ടു, പിന്നെ പോയി രാജ്യം ഭരിച്ചു. അവിടെ ഈ ജ്ഞാനം ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ബാബ ടീച്ചറായി ഇരുന്ന് ശിക്ഷണം നൽകുന്നു. ബാബ ഹിന്ദിയിൽ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇവിടെ എല്ലാവരും ഹിന്ദി ഹിന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. അത് അവരുടെ തന്നെ ഭാഷയാണ്. വാസ്തവത്തിൽ പ്രാചീന ഭാഷ ഹിന്ദി തന്നെയാണ്, സംസ്കൃതമല്ല. ഈ സംസ്കൃതമാണെങ്കിൽ ശങ്കരാചാര്യന് ശേഷം തന്നെയാണ് വന്നത്. ആര് വരുന്നോ അവർ തങ്ങളുടെ ഭാഷ ഉപയോഗിക്കുന്നു. പിന്നെ ബാബ ഗീത സംസ്കൃതത്തിൽ കേൾപ്പിച്ചോ എന്നല്ല, അങ്ങനെയല്ല. ഗുരു നാനാക്കിന് തൻ്റെതായ ഗ്രന്ഥമുണ്ട്. അദ്ദേഹം സിഖ് ധർമ്മം സ്ഥാപിച്ചു. അദ്ദേഹത്തെയും അവതാരമായി കണക്കാക്കുന്നു. അതിലും രാജാക്കന്മാരുമുണ്ട്. സന്യാസിമാരുടെ രാജധാനിയില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ബുദ്ധൻ, ക്രൈസ്റ്റ് തുടങ്ങിയവർ ആദ്യം ഗൃഹസ്ഥിയായ ആത്മാവായിരുന്നു. ഇനി ഗൃഹസ്ഥിയായ പതീത ആത്മാവിന് ധർമ്മം സ്ഥാപിക്കുവാൻ സാധിക്കില്ല. അവരിൽ പവിത്ര ആത്മാവ് വന്നു
ആ ഒന്നാണ് ധർമ്മം സ്ഥാപിച്ചത്. മറ്റു ധർമ്മങ്ങളാണെങ്കിൽ പല പ്രകാരത്തിലുള്ളവ ധാരാളമുണ്ട്. വന്ന് തങ്ങളുടെ ചെറിയ മഠവും മാർഗങ്ങളും സ്ഥാപിക്കുന്നു. വൃക്ഷത്തിലും കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഹഠയോഗവും രാജയോഗവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവയാണ്. ആർക്കാണോ മനസ്സിലാകാത്തത് അവർ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും, കോട്ടുവായിട്ടുകൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഖജനാവ് ലഭിക്കുന്നു. വളരെ ഭാരിച്ച സമ്പാദ്യമാണ്. നിങ്ങൾ രത്നങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കുന്നു. അപ്പോൾ ഈ കണ്ണുകൾ തുറന്ന് കേൾക്കേണ്ടതാണ്. ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബുദ്ധി പുറമേ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവർക്ക് രാജധാനി നേടുവാൻ സാധിക്കില്ല. നിങ്ങളാണ് രാജഋഷി, രാജപദം പ്രാപ്തമാക്കുന്നവർ. ബാബ രാജധാനി സ്ഥാപിക്കുന്നു. ശ്രീകൃഷ്ണൻ സ്ഥാപിക്കുന്നില്ല. കൃഷ്ണനാണെങ്കിൽ അച്ഛൻ്റെ സമ്പത്ത് നേടുന്നു. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനാണ് നിരാകാരൻ. ആ ഒന്നിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു, വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവിയുടേത്. നിങ്ങൾ എത്ര ധനികരാകുന്നു. ഇവിടെ ഒരേ ഒരു ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. അതും ചുറ്റിക്കറങ്ങിയാലും കഴിച്ചാലും കുടിച്ചാലും കേവലം ബാബയെ ഓർമ്മിക്കൂ. ധനികർ തീർച്ചയായും നല്ല രീതിയിൽ കഴിക്കും. അവരാണെങ്കിൽ തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഫലം കഴിക്കുന്നു. മാൽപുര കഴിച്ചാലും റൊട്ടി കഴിച്ചാലും ബാബയെ ഓർമ്മിക്കൂ. എന്തു തന്നെ കഴിച്ചുള്ളൂ. പൈസ എന്തിനു വേണ്ടിയാണ്? ബാബ ആരെയും വിലക്കുന്നില്ല. കേവലം ബാബയോട് യോഗം ചേർക്കണം. ഈ രാജധാനി സ്ഥാപിക്കുന്നതിൽ ചിലവൊന്നുമില്ല. ആ യുദ്ധത്തിലും മറ്റും എത്ര ചിലവുണ്ടാകുന്നു? എയ്റോപ്ലെയിനിന് എത്ര ചിലവാകുന്നു? നിലം പതിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാകുന്നു. എത്ര നഷ്ടമുണ്ടാകുന്നു? അപ്പോൾ ബാബ പറയുന്നു, നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. സ്വദർശന ചക്രം തിരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ വദനത്തിൻ്റെ നേർക്ക് പോകണം. വീട്ടിൽ പോയ ശേഷം പിന്നെ വന്ന് രാജ്യം ഭരിക്കും. നിങ്ങൾ ആക്ടേഴ്സ് ആണല്ലോ. ആ ബയോസ്കോപ്പ് ആണെങ്കിൽ 2-2.5 മണിക്കൂർ നടക്കുന്നു. ഈ പരിധിയില്ലാത്ത നാടകം 5000 വർഷം നടക്കുന്നു. ഇതിനെ മനുഷ്യനെ അറിയാൻ സാധിക്കും. ഈ ലോകം മുള്ളുകളുടെ കാടാണ്. വലുതിലും വലിയ മുള്ളാണ് വികാരത്തിൻ്റേത്. അത് ആദിമധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. 2ാമത്തെ നമ്പറിലെ മുള്ളാണ് ക്രോധം. അതിൻ്റെ അടയാളം ഈ മഹാഭാരത യുദ്ധം നോക്കൂ. ഏതെങ്കിലും കാര്യത്തിൽ ദേഷ്യം വന്നു എങ്കിൽ ഉടൻ ബോംബുകൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെയുള്ള ബോംബുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ കാര്യം ചോദിക്കുകയേ വേണ്ട. സത്യയുഗത്തിൽ ഏതെങ്കിലും യുദ്ധമോ മറ്റോ ഉണ്ടാകുന്നില്ല. സംഗമത്തിൽ തന്നെയാണ് ഈ മഹാഭാരത യുദ്ധം കാണിച്ചിരിക്കുന്നത്. മറ്റൊരു ശാസ്ത്രങ്ങളിലും യുദ്ധത്തിൻ്റെ കാര്യമേ ഇല്ല. അവിടെയാണെങ്കിൽ നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. യുദ്ധത്തിൻ്റെ കാര്യമുണ്ടാവുക സാധ്യമല്ല. ശാസ്ത്രങ്ങളിൽ അസുരന്മാരുടെയും ദേവതമാരുടെയും യുദ്ധം കാണിച്ചിരിക്കുന്നു. എന്നാൽ ദേവതമാർ അഹിംസകരാണ്. നിങ്ങൾ യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇതാണ് സൈലൻസ് ബലം. ഇതിൽ യാതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഓർമ്മയുടെ ബലത്തിലൂടെ നിങ്ങൾ ബാബയിൽ നിന്നും വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടുന്നു. വ്യത്യാസം നോക്കൂ, എത്രയാണുള്ളത്. സയൻസിൻ്റെ ബലത്തിലൂടെ വിനാശമുണ്ടാകുന്നു. അതേ സയൻസിലൂടെ പിന്നെ സത്യയുഗത്തിൽ സുഖം അനുഭവിക്കും. സയൻസിലൂടെ ഇൻവെൻഷൻ നടത്തുന്നു. അതാണെങ്കിൽ സുഖത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ഇവരും വന്ന് കുറച്ച് ജ്ഞാനമെടുക്കും. എക്സിബിഷനിലാണെങ്കിൽ എല്ലാവരും വരുന്നു. മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും വരും. നിങ്ങളുടെ ഈ സൈലൻസിൻ്റെ ബലത്തിൻ്റെ ശബ്ദം ഉയരും. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു, ഗീതയുടെ ഭഗവാൻ ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യം ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. എവിടെയാണ് ഈ ചോദ്യം എഴുതുന്നത്? അപ്പോൾ അതിൻ്റെ കൂടെ ചിത്രവും കൊടുക്കൂ.
ഗീതയുടെ ഭഗവാൻ പരംപിത പരമാത്മാവാണോ ശ്രീകൃഷ്ണനാണോ? കൃഷ്ണൻ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുക്കുന്നു. പതീതത്തിൽ നിന്നും പാവനമാക്കുന്നവൻ ബാബ തന്നെയാണ്. കൃഷ്ണന്റെ ആത്മാവാണെങ്കിൽ 84 ജന്മങ്ങളെടുത്ത് കറുത്തു പോയിരിക്കുന്നു. ആ ഒന്ന് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ 84 ജന്മങ്ങളെടുത്തു. നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. നമ്മൾ 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നത് ആക്ടേഴ്സ് അറിയേണ്ടതല്ലേ? സന്യാസിമാരുടെ ധർമ്മം തന്നെ വേറെയാണ്. ഭാരതവാസികൾക്ക് തങ്ങളുടെ ധർമ്മത്തിൻ്റെ അറിവില്ലാത്തത് കാരണം മറ്റ് ധർമ്മങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഗുരുവിൻ്റെ ആശീർവാദത്തിലൂടെ ആർക്കെങ്കിലും ധനം ലഭിച്ചുവെങ്കിൽ പിന്നെ അവരുടെ പിന്നാലെ കൂടും. പിന്നെ പാപ്പരാവുകയാണെങ്കിൽ പറയും ഈശ്വര നിശ്ചയമാണ്. കുട്ടിയെ ലഭിച്ചാൽ വളരെയധികം സന്തോഷമുണ്ടാകും. ശരി, 10-12 ദിവസത്തിനു ശേഷം കുട്ടി മരിച്ചുപോയി എങ്കിൽ പറയും ഈശ്വര നിശ്ചയമാണ്. ഇതിനെ ജീവിപ്പിക്കുന്നത് നമ്മുടെ കൈകളിലല്ല. ബാബ ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ വളരെ പേരുണ്ട്. ഇവിടെയാണെങ്കിൽ ബാബ ഇരിക്കുകയാണ്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. മധുരമധുരമായ കുട്ടികളെ പാവനമാകൂ. ഓർമ്മയുണ്ട്, വളരെ വലിയ മഹാഭാരത യുദ്ധം നടന്നിരുന്നപ്പോൾ ദ്രൗപദി വിളിച്ചിരുന്നു, ബാബ, എന്നെ ഈ ദുശാസനൻ വിവസ്ത്രയാക്കുന്നു, എന്നെ ഇയാളിൽ നിന്നും രക്ഷിക്കൂ. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ഈ അബലകളുടെ മേൽ അത്യാചാരം നടക്കുന്നത് ഈ വിഷത്തിൻ്റെ മേലാണ്. വിഷമില്ലാതെ ഇരിക്കാൻ സാധിക്കാത്ത പല സ്ത്രീകളുമുണ്ട്. അവർക്ക് ശൂർപ്പണഖ, പൂതന എന്ന പേരും വച്ചിരിക്കുന്നു. ആരാണോ വിഷത്തിനു വേണ്ടി ശല്യം ചെയ്യുന്നത് അവരാണ് കംസൻ, ജരാസന്ധൻ, ശിശുപാലൻ. ഇവരെല്ലാം വിനാശം പ്രാപിക്കുക തന്നെ വേണം. ഈ സമയത്ത് ആസുരീയ രാവണ രാജ്യമാണ്, പിന്നെ ഈശ്വരീയ രാജ്യമുണ്ടാകും. ഈ മുഴുവൻ ചക്രത്തെയും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്? ഇത് മറക്കുന്നത് വികാരത്തിൽ പോകുമ്പോഴാണ്. വികാരത്തിൽ പോകുന്നവരുടെ മുഖം തന്നെ വിളറിപ്പോകുന്നു. സ്വയമേ മനസ്സിലാക്കുന്നു, ഇത് ഞാൻ എന്താണ് ചെയ്തത്? ബാബ പറയുന്നു, കുട്ടികളെ, ഈ വിഷയത്തിൻ്റെ അഴുക്കുചാലിൽ പോകാതിരിക്കൂ. ഇത് നിങ്ങൾക്ക് ആദി, മധ്യ, അന്ത്യം ദുഃഖം നൽകുന്ന ഒന്നാണ്. ഇതിൽ എന്തിനു വീഴണം? പ്രതിജ്ഞ എടുക്കൂ, നമ്മൾ വികാരത്തിൽ ഒരിക്കലും പോകില്ല. ഭഗവാൻ വാച്ചയാണ്, കാമം മഹാശത്രുവാണ്. ഓരോ ചിത്രത്തിലും ആദ്യം ഇതെഴുതൂ, ജ്ഞാനസാഗരവും പതീത പാവനും ഗീതാ ജ്ഞാനദാതാവുമായ ശിവഭഗവാൻ വാച്ച. അപ്പോൾ പിന്നെ കൃഷ്ണന്റെ നാമം പറന്നു പോകും. ഗീതയുടെ ഭഗവാൻ ഇരുന്ന് ഇത് പറഞ്ഞു തരുന്നു നമുക്ക്. ആ ജ്ഞാനം നമ്മളെ എടുക്കുന്നു. ഭഗവാൻ തന്നെ വന്ന് പുതിയ ലോകം സ്ഥാപിക്കുന്നു. പഴയ ലോകത്തിൻ്റെ വിനാശവും നടക്കുന്നു. രുദ്രജ്ഞാനയജ്ഞമാണല്ലോ. വാസ്തവത്തിൽ ശിവബാബയാണ്. രുദ്രബാബ എന്ന് പറയില്ല. ബോംബെയിൽ ബാബുറിനാഥൻ്റെയും ക്ഷേത്രമുണ്ട്. ഇപ്പോൾ ബാബുൾ എന്ന് പറയുന്നത് മുള്ളുകളെയാണ്. ബാബുറിനാഥൻ എന്ന നാമം എന്തുകൊണ്ട് വെച്ചിരിക്കുന്നു? ഇതാരും മനസ്സിലാക്കുന്നില്ല. ചിത്രം ശിവൻ്റേത് തന്നെയാണ്. ബാക്കി അനേകം നാമങ്ങൾ വെച്ചിരിക്കുകയാണ്. ശിവബാബ തന്നെയാണ് വന്ന് മുള്ളുകളുടെ കാടിനെ പുഷ്പങ്ങളുടെ പൂന്തോട്ടമാക്കുന്നത്. ആ ഒന്ന് നിങ്ങളുടെ ബാബയാണ്. ആ ഒന്നിൻ്റെ നാമമാണ് ശിവൻ. ശിവ പരമാത്മായ നമ. ബ്രാഹ്മണ ദേവി ദേവതായ നമ. വാക്ക് വളരെ സ്പഷ്ടമാണ്. ഇപ്പോൾ ആ പരംപിത പരമാത്മാവിരുന്ന് ഈ രഥത്തിലൂടെ മനസ്സിലാക്കിച്ചു തരുന്നു. ശരിക്കും ലൗകിക പിതാവ് മനസ്സിലാക്കിക്കുന്നത് പോലെ. കുട്ടികളെ, എൻ്റെ കുലത്തിന് കളങ്കമുണ്ടാക്കരുത്. ഏതെങ്കിലും മോശമായ കാര്യം ചെയ്യരുത്. ഈ ബാബയും പറയുന്നു, കുട്ടികളെ, വികാരത്തിലേക്ക് ഒരിക്കലും പോകരുത്. പവിത്രമാകാതെ സ്വർഗത്തിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല.
വളരെ ഉയർന്ന സമ്പാദ്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. ചിലരുടെ അടുക്കൽ പദമങ്ങളുണ്ട്. വലിയ വലിയ കൊട്ടാരം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതെല്ലാം വേസ്റ്റ് ഓഫ് ടൈമാണ്. ഇതൊന്നും ഉപയോഗത്തിൽ വരില്ല. എല്ലാം ഇല്ലാതായി പോകും. 10,000-ഓ 12,000-ഓ വർഷം തുടരും എന്നവർ മനസ്സിലാക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, മൃത്യു മുന്നിൽ നിൽക്കുന്നു, ശിരസിന് മുകളിൽ. അല്പസമയത്തിനുള്ളിൽ ഈ എർത്ത് ക്വേക്കും മറ്റും ഉണ്ടായി എല്ലാം ആടിയുലയും. എർത്ത് ക്വേക്കിലും മറ്റും എണ്ണമറ്റവർ മരിച്ചു പോകുന്നു. ഇപ്പോഴാണെങ്കിൽ വിനാശം സംഭവിക്കുക തന്നെ വേണം. വിനാശത്തിൻ്റെ സാക്ഷാത്കാരവും സ്ഥാപനയുടെ സാക്ഷാത്കാരവും കണ്ടു. അത് പിന്നെ ഈ കണ്ണുകൾ കൊണ്ട് കാണും. ഭക്തിമാർഗത്തിൽ എന്തെല്ലാം ചെയ്യുന്നു. എന്നാൽ ആർക്കും വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ജ്ഞാനമില്ലാതെ സദ്ഗതി ഉണ്ടാവുക സാധ്യമല്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ കളിപ്പാട്ടങ്ങളാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കുലത്തിന് കളങ്കമുണ്ടാക്കുന്ന ഒരു മോശമായ കാര്യവും ചെയ്യരുത്. പവിത്രമാകുന്നതിൻ്റെ പ്രതിജ്ഞ സ്വയം തന്നോട് തന്നെ ചെയ്യണം. ഇപ്പോൾ തൻ്റെ സമയവും ധനവും വേസ്റ്റ് ചെയ്യരുത്. പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് പോകുന്നതിനായി മുള്ളുകൾ മാറ്റണം. വരദാനം: അലൗകിക കളിയിലൂടെയും കളിപ്പാട്ടങ്ങളിലൂടെയും കളിച്ചുകൊണ്ടും സദാ ശക്തിശാലി ആകുന്ന അചഞ്ചലവും ആടാത്തവരുമായി ഭവിക്കട്ടെ. അലൗകിക ജീവിതത്തിൽ മായയുടെ വിഘ്നം വരുന്നതും ഒരു കളിയാണ്. ഏതുപോലെ ശാരീരിക ശക്തിക്ക് വേണ്ടി കളികൾ കളിപ്പിക്കുന്നു, അതേപോലെ അലൗകിക യുഗത്തിൽ പരിതസ്ഥിതികളെയും കളിപ്പാട്ടമായി മനസ്സിലാക്കി ഈ അലൗകിക കളി കളിക്കൂ. ഇതിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. സർവസങ്കൽപ്പങ്ങൾ സഹിതം സ്വയം തന്നെ ബാബ്ദാദയിൽ ബലിയർപ്പണമാക്കൂ. അപ്പോൾ മായയ്ക്ക് ഒരിക്കലും യുദ്ധം ചെയ്യുവാൻ കഴിയില്ല. ദിവസവും അമൃതവേളയിൽ സാക്ഷിയായി സ്വയം തന്നെ സർവശക്തികൾ കൊണ്ടും അലങ്കരിക്കൂ. അപ്പോൾ അചഞ്ചലവും ആടാത്തവരും ആയിരിക്കും. സ്ലോഗൻ: ഏതെങ്കിലും ലോക സമാചാരം കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും സ്വയം തന്നിൽ മാലിന്യം ശേഖരിക്കലാണ്. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെയും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രം ആകൂ. ബാബ്ദാദയുടെ മുഖ്യ ആജ്ഞയാണ് നിരന്തരം ഓർമ്മയിൽ ഇരിക്കൂ. മനസ്സും വാക്കും കർമ്മവും കൊണ്ട് പവിത്രമാകൂ. സങ്കല്പത്തിൽ പോലും അപവിത്രതയോ അശുദ്ധതയോ ഉണ്ടാകരുത്. ഇതിനെയാണ് സമ്പൂർണ്ണ പവിത്രം എന്ന് പറയുന്നത്. സങ്കല്പത്തിൽ പോലും അഥവാ പഴയ അശുദ്ധ സംസ്കാരം ടച്ച് ചെയ്യുന്നുവെങ്കിൽ, വ്യർത്ഥ സങ്കല്പം നടക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സ്വപ്നം വരുന്നു എങ്കിൽ പോലും സമ്പൂർണ്ണ പവിത്രം എന്ന് പറയില്ല. അതിനാൽ പവിത്രഭവ യോഗി ഭവ എന്ന ആദ്യത്തെ പാഠത്തെ സ്വരൂപത്തിൽ കൊണ്ടുവരൂ. അപ്പോൾ തന്നെയാണ് ബാബയ്ക്ക് സമാനവും ബാബയ്ക്ക് സമീപവും വരുന്നതിൻ്റെ അധികാരി ആകുവാൻ സാധിക്കുന്നത്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മനസ്സിനെ സ്വച്ഛവും ബുദ്ധിയെ സ്പഷ്ടവുമാക്കി ഞാൻ സൂക്ഷ്മ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു.
എൻ്റെ സൂക്ഷ്മ സങ്കല്പത്തിലൂടെ ഞാൻ ബാബയുമായി കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ പരമാത്മാ ജ്യോതിയിൽ എൻ്റെ ബുദ്ധിയെ ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു. ജ്യോതി സ്വരൂപനായ ബാബയുടെ കിരണങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വരൂപം പ്രഭു സ്നേഹത്താൽ നിറഞ്ഞതാകുന്നു. എൻ്റെ സ്വരൂപം സമ്പൂർണ്ണ സ്വച്ഛമാകുന്നു. ഈ സമ്പന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രഭു സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും പ്രകാശവീചികൾ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.